ചിക്കൻ താഴ്ച ഇന്നത്തെ സാധനം മുഖത്തിട്ട് തന്നെ എന്താ ഉണ്ടാക്കണത് ഹെഡ് ഷൂട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ക്രോസ് ബോയ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്പോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നല്ല അടിപൊളി ചെമ്പല്ലിയും അതുപോലെ തന്നെ തിലോപ്പി, കരിമീൻ, അതുപോലെ കണമ്പോക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അവിടുത്തെ അറിയില്ല. നല്ല താഴ്ചയുള്ള ഏരിയയാണ്, വെള്ളം തെളിവാണോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ പായലൊക്കെ മാറിയിട്ട് മീൻ കാണുന്നുണ്ടെന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്താണ് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ആ സ്ഥലത്ത് എന്തായാലും ചെന്നിട്ട് കാണാം. എന്തായാലും അത്യാവശ്യം നല്ല മീനുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൂട്ടുകാരന്മാർ അവിടെ പോയിട്ട് നല്ലോണം മീൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഉച്ചയാവണം, ഒരു 10-11 മണി ആവുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വെയിൽ വന്നു കഴിയുമ്പോൾ ഇവന്മാർ താഴും മിക്കവാറും. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്നിട്ട് സ്പോട്ടിൽ ചെന്നിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഫിഷിങ്. ഓക്കെ, നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു തിലോപ്പിന് അടിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. കാരണം ഇത് അടിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനെ കിട്ടുന്നില്ല. പക്ഷേ ഇത് ഡാർട്ട് വെള്ളത്തിന്റെ താഴെ കൂടി എത്തണില്ല, അത്രയും താഴ്ച ഉണ്ട് അവിടെ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഈ ഷൂട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ. ശരിക്കും ഡീപ്പ് എന്ന് വെച്ചാൽ നല്ല ഡീപ്പാണ് അവിടെ, താഴ്ച ഉണ്ട് നല്ല. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സ്ലോ മോഷൻ ആയി കാണിക്കുന്നത് ഒരു 3 അടിയോളം താഴ്ചയ്ക്കുന്ന ഒരു തിലോപ്പി അടിച്ചെടുക്കുന്നതാണ്. ഡീപ്പിൽ നിന്ന് പോലെ മുട്ടൻ ഡീപ്പിലായിരുന്നു കേട്ടോ. എത്ര പൊന്നു, ഒരു രക്ഷയില്ലാത്ത പൊടി. ചെമ്പല്ലി ഉണ്ടായിരുന്നു അടിയിൽ, ചെമ്പല് നല്ല ഡീപ്പിലായിരുന്നു. പക്ഷെ നമ്മൾ തിലോപ്പിക്കട്ട കൊടുത്തു, ചെമ്പലിനെ അടിച്ചെത്തിയാലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ, ഇത് അത്ര ഡീപ്പിൽ നിന്നിട്ട് വയറിന്റെ ഭാഗത്ത് തന്നെ കറക്റ്റ് കൊണ്ട് കേട്ടോ. ഒരു 3 അടി താഴ്ചയിലായിരുന്നു. അയ്യോ, അഴിച്ചെടുക്കട്ടെ, പിടച്ച് ചുറ്റിപ്പണയാണ്. അയ്യോ, അഴിക്കട്ടെ. എന്താണ് ഇത്രയും നല്ല താഴ്ചയുണ്ട്, നല്ല ഡീപ്പാണ് സ്ഥലം. എൻ്റെ പൊന്നും മീനും ഒട്ടും ഇത് കണ്ട. എത്ര 200-300 ഗ്രാം കാണുള്ളൂ അല്ലേ? ചെമ്പല്ലിയൊന്നും അങ്ങോട്ട് ആക്റ്റീവായിട്ട് പൊക്കത്തോട്ട് വരുന്നില്ല, താഴെ കിടന്ന് കളിക്കണം. പക്ഷെ കല്ലാണ് ഏറ്റവും അടിയിൽ. അത്രയും ഡീപ്പിൽ നമ്മൾ കുത്തനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പല്ലിയാണ് നമുക്ക് എയിമിന് കിട്ടിയാൽ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തിലോപ്പി കയറിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 300-350 ഗ്രാം മാക്സിമം കാണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചെമ്പല്ലിയുള്ള സ്ഥലമാണ്. നമുക്ക് ചെമ്പല്ലി, കരിമീനും ആണ് മെയിനായിട്ട് എത്തി അടിക്കാൻ വന്നേക്കണം. പക്ഷേ കൂടുതൽ ഇവന്മാരാണ് അത് കളിക്കണത് കേട്ടോ. തിലോപ്പി ഇഷ്ടം പോലെ ഉണ്ട്. നേരത്തെ ഇപ്പം സഞ്ചിക്കത്തിട്ടിട്ട് ഇവനിവിടെ വെച്ചേക്കാം. അതിൻ്റെ വയറിനകത്തുനിന്നൊക്കെ ഓക്കെ. അപ്പോൾ അതെ, നമുക്ക് രണ്ടാമത് നോക്കാം കേട്ടോ. ചെമ്പല്ലി അല്ലെങ്കിൽ വലിയ പാളം തിലോപ്പികളൊക്കെ ഇഷ്ടം പോലെ നടപ്പുണ്ട്. ഈ പായൽ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പായലിൻ്റെ താഴെ വരും ചിലപ്പോൾ. നമ്മൾ നേരെ ക്രോസ് ബോ മാറ്റി, സ്ലിംഗ് ഷോട്ട് മാറ്റി നേരെ ക്രോസ് ബോയിലേക്ക് ആയിക്കട്ടെ. കാരണം നല്ല ഡീപ്പിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എയിം ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിംഗ് ഷോട്ട് മാറ്റിയിട്ട് നേരെ കൊമ്പൻ സാധനങ്ങളൊക്കെയാണ്, ചെമ്പല്ലിയൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും നോക്കിക്കളെ. ഓക്കെ, നല്ല ഡീപ്പിലാണ് നിൽക്കുന്നത്. അടുത്ത് വലുത് നിൽപ്പുണ്ട്. എൻ്റെ അമ്മ നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത്. ഇവന്മാര് അല്ലാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള മറ്റേ ഞാൻ പുറത്തോട്ട് മാറി കളി വണ്ട പാളം സാധനം വന്നാൽ കളി. എൻ്റെ പൊന്ന്, ഭയങ്കര ഡീപ്പിലാണ്. ഞാനൊരു പുളയുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഡീപ്പിൽ നിന്ന് അവന്മാരെ കാണുന്നുള്ളൂ. ഇങ്ങോട്ടാണ് മാറണമെന്ന് അറിയാൻ പറ്റില്ല. ഒന്നാമത് ഓളം മഞ്ഞ കാരണം മങ്ങിപ്പോയി. മാറി വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹെവി സാധനത്തിൽ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അന്യായ ഹെവി. റെഡി? കൊണ്ടാ കറക്റ്റ് അടിയാ.
ആ ഉണ്ട് ഉണ്ട് അതുണ്ട്. അമ്പോ വെലുവിനിട്ട് തന്നെ ഉണ്ട്. അമ്പോ അടിപൊളി നല്ല കിടുക്കൻ താഴ്ച ഇന്നത്തെ സാധനം മുഖത്ത് തന്നെ കൊണ്ട് ഉണ്ടാക്കണത്. ഹെഡ്ഷൂട്ട് പൊളി മച്ചന്മാരെ കിടുക്കൻ സാധനത്തിന് അടിച്ചെടുത്ത്. നല്ല ഡീപ്പെന്ന് വെച്ചാൽ നല്ല ഡീപ്പായിരുന്നു കേട്ടോ. ഒന്നും പറയല അന്യായ ഹെവി. എന്റെ അമ്മോ ഇതേ നമ്മുടെ എയിമിങ് സ്പോട്ട് നോക്കിക്കൊണ്ട് ഹെഡ്ഷൂട്ട് തന്നെ ഞാൻ അടിച്ചത് കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും പോകാത്ത സൈസ് നല്ല ഹെവി അടിപൊളി ഷൂട്ട്. ചെമ്പല്ലി സൈസ് സാധനം. ചെമ്പല്ലി ഉണ്ട് പക്ഷെ ചെമ്പല്ലിനെ അടിക്കാൻ ഭയങ്കര റേഞ്ചിലാണ്. നല്ല ക്ലിയർ ആയിട്ട് അടിക്കണം അതിന്. പക്ഷെ നല്ല താഴ്ചയിലാണ് നടക്കണം ചെമ്പല്ലി. എന്തായാലും ഒരു പെടക്കൽ ഇവിടെ തന്നെ കയ്യിൽ നിന്ന് വിട്ടു. അയ്യോ ഞാൻ അഴിച്ചെടുക്കാം. ഇത് കണ്ട ക്ലിയറായിട്ട് അഴിഞ്ഞു പോന്നിട്ടുണ്ട്. നമുക്ക് അഴിച്ചിട്ടേ എടുത്തു തരാം. സഞ്ചി എടുത്തു. ഇത് 1 kg കാണിക്കാര്. ഇതിന്റെ ചെകളിടാത്തുനിന്നൊക്കെ മറ്റേ ഇതിറങ്ങി വന്നിട്ടുണ്ടോ പ്രതി? മറ്റേ വഞ്ചിടാത്തൊക്കെ ഓടി നടക്കുന്ന സാധനമാണ് പാറ്റ. ഇത് പേനെന്നൊക്കെ പറയല്ലോ കുട്ടനാട്. സാധനം ഇഷ്ടം പോലെ എന്റെ ചെളിടാത്ത ഉണ്ടാവും ഈ സാധനം. ചിലപ്പോ പിടിച്ചിട്ട് നിക്കണില്ല. ചെകളിടത്തുനിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല റെഡ് ചെകള. അത് കണ്ട സൈസ് നോക്കിക്കണ്ട് അടിപൊളി സാധനം. അങ്ങനെ കാത്ത് കെട്ടി ഒരെണ്ണം കിട്ടി മോനെ. നമ്മുടെ ക്രോസ് ബെയിൽ തന്നെ കയറ്റി. നമ്മുടെ സ്ലിംഗ് ഷോട്ടിനെ അടിക്കാൻ നിന്ന. പക്ഷെ ഇവന്മാര് നല്ല റേഞ്ച് ആയത് കാരണം പിന്നെ ഞാൻ എടുത്തതാണ് ക്രോസ്. കാരണം ഇവന്മാർ ആദ്യം വന്ന സ്ഥലത്തൊക്കെ എല്ലാം പെട്ടെന്ന് ഓടിക്കളഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് സ്ലിംഗ് ഷോട്ട് തന്നെ ആയിരിക്കും നമുക്ക് ബെറ്റർ എന്ന് തോന്നി. അപ്പൊ പിന്നീട് നോക്കുമ്പോൾ ഇവന്മാർ പമ്പി നിൽക്കുന്ന സമയത്തൊക്കെ ഇവന്മാര് നല്ലോണം എയിം ചെയ്ത് നമുക്ക് അടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ക്രോസ് ബോർഡ് സെറ്റ് ചെയ്ത്. എന്തായാലും ക്രോസ് ബോയിൽ നമ്മൾ ആദ്യത്തെ മീൻ. സ്ലിംഗ് ഷോട്ട് ഫസ്റ്റ് ഒരു മീൻ കഴിഞ്ഞിട്ട് നേരെ ക്രോസ് ബോയിൽ എടുത്ത് കയറ്റിയാണ്. ഇത് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സാധനം. ഇത് വന്ന് ഇപ്പുണ്ട് അവിടെ ലോഡ് ചെയ്തേക്കട്ടെ കേട്ടോ. അടിപൊളി സാധനം വിളിക്കാം. അധികത്തേക്ക് എന്നാ അവന്മാർ പോയിക്കളയും. ഇവിടെ ഇന്ന് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം ഒരു 2 അടി താഴ്ചയാണോ അല്ലേ പ്രതി? ആ ക്യാമറയിൽ വെള്ളം മിനിട്ടുണ്ട്. ഇവിടെ തെക്കോട്ട് മാറിക്കാണല്ലോ. വലുത് തെക്കോട്ട് മാറിക്കാണല്ലോ. നിൽക്കണതിൽ മീഡിയം സൈസ് ഉണ്ടാകാൻ അടിക്കാമല്ലോ. അത് വെടിയായിരുന്നു. വെടി കൊണ്ടവനിട്ട് അനങ്ങണ് പോലും ഇല്ല. ഇത് കണ്ടില്ലേ ചക്ക വെട്ടിയിട്ട് കണക്ക് പോഞ്ഞ് അടിപൊളി. ഹെഡ് ഷൂട്ടായിരുന്നു. ശ്രുതി പിടിക്കും. താഴെ ഇടരുത് ഉടക്കമൊക്കെ എൻ്റെ റിസ്ക് ഷൂട്ടായിരുന്നു. നല്ലല്ലോ കുഞ്ഞും ഇവിടെ അടുത്തവൻ ഹെഡ് ഷൂട്ടായിപ്പോ. ഇത് കണ്ട കൊണ്ട സ്ഥലം നോക്കിക്കൊണ്ട് സ്പോട്ടപ്പടി എന്നൊക്കെ സ്പോട്ടപ്പടി ഇങ്ങനെ അടിക്കുമ്പോൾ വലിയ മീനുകളൊക്കെ അടിക്കുമ്പോൾ ഇതേപോലെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഫൈറ്റ് ഒന്നും ചെയ്യല. ഉടക്കിലേക്കും വലിക്കേണ്ട പോലെ ഓരോരുത്തേക്കും പോലെ പതിയെ നമുക്ക് ധൃതി പിടിക്കേണ്ട പതിയെ ചുറ്റിയെടുത്താൽ മതി സൈഡിലേക്ക്. ഇതിപ്പോൾ ഒരു അനക്കം പോലെ ആണെങ്കിലല്ലോ. അപ്പോൾ നമ്മുടെ ക്രോസ് പോലെ 2ാമത്തെ മീൻ മൊത്തത്തിൽ നമുക്ക് സ്ലിംഗ് ഷോട്ടും കൂടെ കൂട്ടി 3ാമത്തെ മീൻ അല്ലേ കണ്ടാ. പക്ഷെ ഇവിടെ നമ്മൾ വന്നവനൊന്നിനും കാണില്ല. കരിമീൻ കണ്ടായിരുന്നു. കരിമീൻ അടിക്കാൻ പറ്റും. ചെമ്പല്ലി പൊങ്ങിയാലും നമുക്ക് ഇവിടെ നമുക്ക് കാണുന്നു മഞ്ഞിലൂടെ അത് അങ്ങോട്ട് കിട്ടുകയാണെന്നുള്ളത് കിഴക്കോട്ട് മാറിക്കളഞ്ഞു. തിലോപ്പിയല്ലേ എല്ലാം ചെറിയ കൈകളാണ്. പൊങ്ങിയെന്തെങ്കിലും കാര്യം ചെയ്യണ്ട. അത് കൊള്ളാൻ തോന്നല്ലേ. വടക്കുന്ന് വന്നിട്ടില്ല 2 അതിന് അടിക്കൂടെ ഒന്നും നോക്കണ്ട. എല്ലാത്തിനും അടിച്ചു പൊങ്ങിയോണ്ട് അടിക്കാല്ലേ. ഇതിപ്പോ കൺഫ്യൂഷൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അടിച്ചു ആ ഉണ്ട്. അടിച്ചവൻ തന്നെ ഉണ്ട്. അടിച്ചവനുണ്ട്. ആ വലുതിനെ നോക്കി അടിച്ചത്. ആ വലുത് ആ വടക്ക് വശത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വന്നില്ലേ. ആ വലിയവനെ അടിച്ചത്. പിന്നെ അടിന്ന് പൊങ്ങാത്തതിന്റെ എന്തോ എന്താ സാധനത്തിൽ പോയി ചുറ്റും. വലയല്ല എന്തോ നൂല ഇത് തുണിയായിട്ട് ഇറങ്ങാൻ വേണ്ടക്ക് അങ്ങനെ അടുത്തവനൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. എൻ്റെ പൊന്ന് നല്ല ലോങ്ങിൽ വെച്ചവൻ. അത് കണ്ട അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. 1/2 കിലോ സൈസ്.
ഹെവി ഒന്നും അല്ല കേട്ടോ, വലിയ ഹെവി ഒന്നും അല്ല, എന്നാലും ഒരു 1/2 കിലോ സൈസ്. ഇത് കാണാൻ തന്നെ അറിയാം. 1/2 കിലോ സൈസ് വരുന്ന ഇതിലൊക്കെ അടികൊണ്ട് അത്ര ലോങ്ങിലായിട്ട് അടികൊണ്ട സ്പോട്ട് നോക്കി വയറിൻ്റെ ഭാഗത്തെ. അപ്പോൾ നമ്മുടെ ക്രോസ് ബോർഡ് പവർ കണ്ടില്ലേ, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ഊരി വിടാം. നമ്മുടെ രണ്ടാമത്തെ ഈ സ്പോട്ടിൽ തന്നെ നിന്നാൽ നമുക്ക്, കാരണം ഇവിടെ ഈ കണ്ടത്തിലെ കായലിൽ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയൊരു തോടുണ്ട്, ഇടത്തോടുണ്ട്. ആ ഇടത്തോട്ടിൽ നിന്ന് പുറത്തോട്ട് വെള്ളം വരുന്ന കാരണം ആ വെള്ളത്തിൽ വന്ന് കളിക്കണം ഇവന്മാർ. അപ്പോൾ നമ്മൾ എത്ര ഷൂട്ട് ചെയ്താലും ഇവന്മാർ ഓടിക്കളഞ്ഞാലും വീണ്ടും വീണ്ടും വന്നിട്ടിരിക്കുക. അപ്പോൾ കരിമീനും തിലോപ്പിയും അതുപോലെ തന്നെ കണമ്പുമാണ് ഇവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പുലിയുടെ കാലാന്ന് പറഞ്ഞാൽ ആരാണ്ട് വേട്ടടിച്ച് നാഗമൊക്കെ ഉണ്ട് പുലിയുടെ. കണ്ട കണ്ട സിംഹത്തിന്റെ പുലിയുടെ എന്തോ കാലാണ് കിടക്കണം. കണ്ട അപ്പൊ ഞാനും കുഞ്ഞു പ്രതിയും കൂടെ കുറെ അധികം നേരം പിന്നീട് കറങ്ങി കേട്ടോ. ആദ്യത്തെ 4 മീൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം കറങ്ങിയിട്ട് കുറെ തിലോപ്പി, അതേപോലെ 2-3 ചെമ്പല്ലിനൊക്കെ ഉണ്ട്. ചെമ്പല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൈസ് ചെമ്പല്ലികളായിരുന്നു. പക്ഷെ നമ്മൾ ഈ കലിങ്ക് എല്ലാം ഇടിഞ്ഞ് കിടക്കണം. നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം കലിങ്കൊക്കെ ഫുൾ ഇടിച്ച് താഴെ കിടക്കണം. അതിന്റെ താഴെ ഈ കലിങ്കിന്റെ അകത്തേക്ക് അവന്മാർ വന്നിരിക്കും. അപ്പൊ ഒന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ഇവന്മാർ ഓടിക്കളയും. അതേപോലെ തന്നെ കുറെ അധികം ഡീപ്പിലുമാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ കൊണ്ടില്ലെങ്കിൽ നമ്മൾ ഡാർക്ക് ഒടിഞ്ഞു പോകും. അതേപോലെ കലിങ്ക് നിറഞ്ഞു കിടക്കുന്ന സ്ഥലവും കൂടി. എന്തായാലും ചെമ്പല്ലിനെ പിടിക്കാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് വന്നാൽ അത് നടന്നില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ ഒന്നുകൂടെ വരുന്നുണ്ട്, നമ്മുടെ ടീമുമായിട്ടെല്ലാം വരും. അന്ന് എന്തായാലും ഒരു ചെമ്പല്ലിനെ പിടിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ഈ സ്പോട്ടിൽ വന്ന് നമുക്ക് ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.